ചേച്ചി, ശ്രീ ശ്രീ മർമ്മ എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് ഗുണകരമാകുന്നത്? അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് ഇപ്പം മർമ്മ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ പല ബോഡി വർക്കും നമ്മൾ കിടക്കുക, തലഭാഗത്തിരുന്ന് ചെയ്യുക, അങ്ങനെയാണ് ശിശുമർമ്മ ചെയ്യുന്നത്. അപ്പോൾ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇമ്മ്യൂണിറ്റി കൂട്ടും, പിന്നെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, നമുക്ക് തൊടാൻ പറ്റുന്ന കാണാൻ പറ്റുന്നതാണ് സ്ഥൂല ശരീരം. ഇതല്ലാതെ നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരമാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും ക്രിയ ചെയ്യുമ്പോഴും ഒക്കെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. നമുക്ക് ആ ഫീലിംഗ് ഉണ്ട്, അതാണ് സൂക്ഷ്മ ശരീരം. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ ബ്ലോക്കേജസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ഒഴുകുന്ന പോലെ നാഡികളിൽ കൂടെ പ്രാണൻ ഒഴുകും. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒഴുക്കിന് തടസ്സം വരും. അങ്ങനെ അത് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമുക്കത് പല ഇതായിട്ട് അനുഭവപ്പെടും. ഒന്നിൽ ക്ഷീണമായിട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ശക്തിയില്ല, അല്ലെങ്കിൽ അസുഖമായിട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ മനസ്സിന് പ്രശ്നമായിട്ട് അനുഭവപ്പെടും, വേദനയായിട്ട് വരും. അങ്ങനെ ഈ ബ്ലോക്കേജ് പല രീതിയിൽ ശരീരത്തിൽ പ്രത്യക്ഷമാവും. അപ്പൊ അങ്ങനത്തെ ബ്ലോക്കേജസിനെല്ലാം ക്ലിയർ ചെയ്യും. പിന്നെ എനർജി ലെവല്, നമ്മുടെ എനർജി കൂട്ടും, അഗ്നി കൂട്ടുമ്പോൾ ഡൈജഷൻ കൂടും, അസിമിലേഷൻ കൂടും. പിന്നെ ഉറക്കം വളരെ, നമുക്ക് പലർക്കും ഉറക്കമില്ലായ്മയുണ്ട്. അപ്പോൾ ഉറക്കം സുഖകരമാവും, ഉറക്കം വളരെ ഡീപ്പാവും. പിന്നെ സർക്കുലേഷൻ കൂടും സ്കിന്നിൽ. മർമ്മ കഴിഞ്ഞ് എണീക്കുമ്പോൾ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും മുഖത്ത്. ഇതിൽ മർമ്മ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ മർമ്മ പ്രാക്ടീഷണറും ട്രെയിനർ ലെവലിലുള്ള ആളാണ്, ഡോക്ടറിന് അറിയാം. ഇതിൽ വേറെയും ഉണ്ടാവും മർമ്മ പ്രാക്ടീഷണേഴ്സ്. നമുക്കൊരു 7-8 പേരുണ്ട് കേരളത്തിൽ. പിന്നെ ട്രോമ റിലീസ് നടക്കും. പിന്നെ മേധ വളരെ, ഇന്റലക്ട് വളരെ ക്ലിയർ ആവും. പിന്നെ ദോഷങ്ങൾ, നമ്മൾ ത്രിദോഷം എന്ന് പറയുന്ന വാതപിത്ത കഫം, ആ ദോഷങ്ങൾ ബാലൻസ്ഡ് ആവും. പിന്നെ ഏജിങ് പ്രോസസ്സ് കുറയും. ഇപ്പോൾ യൂത്ത്, യൗവനം നിലനിർത്തുന്ന ഒരു പ്രോസസ്സും കൂടിയാണ്. ഇതൊക്കെയാണ് ഓവറോൾ ബെനിഫിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ മർമ്മങ്ങളെന്ന് പറയുന്നത് ശരീരത്തിൽ ഉടനീളം ഉള്ള വൈറ്റൽ പോയിന്റ്സിനെയാണ് നമ്മൾ മർമ്മങ്ങളെന്ന് പറയുന്നത്. അതിൽ 107 മർമ്മങ്ങളുണ്ട്. 108ാമത്തെ മർമ്മം മനസ്സാണ്. അപ്പൊ ഈ 107 മർമ്മങ്ങളും ശരീരത്തിൽ കുറെ എണ്ണം കഴുത്തിന് മുകളിൽ, കുറച്ച് ശാഖാമർമ്മങ്ങൾ കയ്യിലും കാലിലുമായിട്ട്, കുറച്ച് ബാക്കിൽ പൃഷ്ഠമർമ്മങ്ങളുണ്ട്, ഫ്രണ്ടിൽ ഉള്ള മർമ്മങ്ങളുണ്ട്. അപ്പൊ ഇത് പരന്ന് കിടക്കുകയാണ് ശരീരത്തിൽ. അതിൽ വലിയ മർമ്മങ്ങളുണ്ട്, ചെറിയ മർമ്മമുണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ളതുണ്ട്, അത്ര പവർഫുൾ അല്ലാത്തതുണ്ട്, ഡീപ്പായിട്ടുള്ള മർമ്മങ്ങളുണ്ട്, സൂപ്പർഫിഷ്യൽ മർമ്മമുണ്ട്. ഇപ്പം മർമ്മം വളരെ ഡീപ്പായിട്ട് എവിടെയെങ്കിലും ആയിരിക്കും, പക്ഷെ അതിന് നമ്മൾ ആക്സസ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും, പുറത്ത് ഒരു സർഫസിലായിരിക്കും. അപ്പോൾ ഈ ഓരോ മർമ്മവും ഒരു ടിഷ്യൂ ആയിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഓർഗനായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഹോൾ സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെല്ലാം ഒരു കൂട്ടം മർമ്മമുണ്ട്, അതേപോലെ നെർവ് സിസ്റ്റത്തിന് ഒരു കൂട്ടം മർമ്മമുണ്ട്. അപ്പോൾ ഈ പ്രോട്ടോക്കോളിൽ നമ്മൾ കുറേ മർമ്മങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് ഈ പ്രോട്ടോക്കോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എല്ലാ ഓവറോൾ ബോഡിയിലെ എല്ലാ സിസ്റ്റമും ഫങ്ഷൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രോട്ടോക്കോളാണ്. പിന്നെ എടുക്കുമ്പോൾ നിങ്ങൾ മർമ്മം എടുത്തിട്ടുള്ളവരുണ്ടാവും. എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഡീപ്പായിട്ട് പോയി ഒരു 6-7 മണിക്കൂറിൻ്റെ ഉറക്കം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്സോടെയാണ് 1 മണിക്കൂർ കഴിഞ്ഞ് മർമ്മം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്.